ചൂടേറിയ വാഗ്വാദങ്ങൾക്കും ഭരണ പ്രതിപക്ഷ ബഹളത്തിനുമിടയിലാണ് ശബ്ദ വോട്ടോടെ പരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത്. RSSനെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയിൽ പ്രസംഗിച്ചത്. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയുടെ തീപ്പൊരി പ്രസംഗവും നമ്മൾ കണ്ടു. പുതിയ വിദ്യാഭ്യാസ മന്ത്രിയെ ഉൾപ്പെടെ വലിയ രീതിയിൽ പരിഹസിച്ചും ഒപ്പം പുതിയ സമിതിയിലെ അംഗത്തെ പരിഹസിച്ചുമൊക്കെ പ്രിയങ്ക ഗാന്ധി സഭയിൽ സംസാരിച്ചത് നമ്മൾ കണ്ടിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വൈറലായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ സഭയിലെ പ്രസംഗം. അതിന് പിന്നാലെയാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഊഴമെത്തിയത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും ആ നിലയിൽ തന്നെ ഉള്ളതായിരുന്നു. അതിനെതിരായ ഭരണപക്ഷ പ്രതിഷേധം പല സമയങ്ങളിൽ ഉയർന്നു. ഓരോ ഘട്ടത്തിലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുന്നത് കാണാമായിരുന്നു. എന്തായാലും ഭരണപക്ഷ പ്രതിഷേധത്തിനിടയിൽ സഭാ നടപടികൾ പല തവണ നിർത്തിവെക്കേണ്ടി വന്നു. രാജ്യത്തെ യുവജനങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നതായി പറഞ്ഞു തുടങ്ങിയ രാഹുൽ ഗാന്ധി 3 തരത്തിലാണ് ആളുകൾ ഉള്ളതെന്ന് പറഞ്ഞതോടുകൂടിയാണ് ആദ്യം സഭയിൽ പ്രതിഷേധമുയർന്നത്. വിദ്യാർത്ഥികൾ, വിഡ്ഢികൾ, വിഡ്ഢികളെ അന്ധമായി പിന്തുണയ്ക്കുന്നവർ എന്നിങ്ങനെയായിരുന്നു രാഹുൽ ആളുകളെ 3ആയി തരംതിരിച്ചത്. രാഹുലിന്റെ ആ പ്രയോഗം വലിയ രീതിയിൽ സഭയിൽ ഭരണപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധത്തിനിടയാക്കി. താൻ ആരെയും പേരെടുത്ത് പരാമർശിച്ചില്ല എന്ന് ആവർത്തിച്ച് രാഹുൽ പറയുന്നുണ്ടായിരുന്നു. ഭരണപക്ഷം പ്രതിഷേധം തുടരുന്നതുമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ രാഹുലിന്റെ ആ പ്രയോഗം ഒന്ന് കേൾക്കാം. സഭയിൽ വലിയ പ്രതിഷേധത്തിനാണ് അത് ഇടയാക്കിയത്. She says the student wears the truth on his or her chest proudly. It's written here. And I said, what about the other type? She says the other type requires an image. It requires an image, and as that image is not true, because the idiot is trying to pretend that he is God. I'm not talking about that. As it is not true, and the idiot is trying to pretend he's God, he has to create this massive image. Then I asked a question, sir. मैं सोचा कि यार ये मैं सोचा कि ये स्टूडेंट है और फिर ये इडियट भी है. तो मैंने उससे पूछा, एक बात बताओ, ये तीसरी कैटेगरी कहां जाती है? ये तीसरी कैटेगरी कहां जाती है? उसने कहा कौन सी तीसरी कैटेगरी? मैंने कहा अंधभक्त. അപ്പോൾ വിദ്യാർത്ഥികൾ, ഇഡിയറ്റ്സ് കാ അന്ധ ഭക്ത്, ഈ പരാമർശങ്ങളാണ് രാഹുൽ സഭയിൽ നടത്തിയത്. ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. സഭയ്ക്കുള്ളിലാണ് സംസാരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ഓർക്കണം, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഓർക്കണമെന്ന് സ്പീക്കർ ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം സഭയിലുണ്ടായി. ഭരണപക്ഷത്തു നിന്ന് അംഗങ്ങൾ എഴുന്നേറ്റ് പ്രതിഷേധിച്ചു. കിരൺ റിജിജു ശക്തമായി തന്നെ സഭയിൽ ഇതിനെതിരെ രംഗത്ത് വരുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അവിടം കൊണ്ട് നിർത്തിയില്ല രാഹുൽ. സർവകലാശാലകളിൽ RSSകാരെ കുത്തി നിറച്ചു എന്ന് ചൂണ്ടിക്കാട്ടി RSSനെതിരെയും രാഹുൽ രംഗത്ത് വന്നു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ ആത്മാവ് RSS കവർന്നെടുത്തു എന്നതാണ് രാഹുൽ ആരോപിച്ചത്. RSSനെ നേരിടാൻ രക്ഷകർത്താക്കൾക്ക് ഭയമുണ്ടാകും, പക്ഷെ വിദ്യാർത്ഥികൾക്ക് ഈ ഭയത്തെ മറികടക്കാൻ കഴിഞ്ഞു എന്നും രാഹുൽ പറഞ്ഞു. അപ്പോൾ RSSനെ ചൂണ്ടിക്കാട്ടിയും സഭയിൽ ശക്തമായ ഭാഷയിലൂടെ രാഹുൽ ആഞ്ഞടിച്ചു. The amazing, fascinating thing to me is that the parents of these children did not have the courage to face the BJP. The parents of these children did not have the courage to face the RSS. And yet these children, brave, imaginative, powerful, stood there and faced whatever you could throw at them. I've got some experience about facing the RSS, about facing Mr. Narendra Modi, about facing this group. The game is not about facing them. There's nothing in them. There's nothing in the RSS. The game is about facing your own fear. And that is what the students did. The students overcame their fear. The students challenged the idea that you could destroy them.
പലതവണ ഭരണപക്ഷം തടസ്സപ്പെടുത്താൻ നോക്കിയെങ്കിലും രാഹുൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഭയം മറികടന്നു, RSSന്റെ ഭയം വിദ്യാർത്ഥികൾ മറികടന്നു എന്നൊക്കെ സൂചിപ്പിച്ച രാഹുൽ പിന്നീട് സഭയിൽ ആഭ്യന്തരമന്ത്രി ഇല്ലാത്തത് ചൂണ്ടിക്കാട്ടി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിൽ വരാത്തതിനെ പരാമർശിച്ച് ആഭ്യന്തരമന്ത്രിക്ക് ഭയമാണ് എന്നാണ് രാഹുൽ പറഞ്ഞത്. വിദ്യാർത്ഥികളെ വെടിവെക്കാൻ നിർദ്ദേശിച്ചത് ആഭ്യന്തരമന്ത്രിയാണെന്നും രാഹുൽ ആരോപിച്ചതോടെ ഭരണപക്ഷത്തിന്റെ പ്രതിഷേധം ഉച്ചസ്ഥായിയിലായി. തുടർന്ന് സഭ പലതവണ നിർത്തിവെക്കേണ്ടി വന്നു. അതായിരുന്നു സാഹചര്യം. അവസാനം അമിത്ഷായുടെ അഭാവം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു രാഹുൽ സഭയിൽ ആഞ്ഞടിച്ചത്. Speaker sir, why is the Home Minister not here today? The Home Minister is not here today because he's not here today because he is scared. He is the Home Minister, sir. सर बैठ जाओ. देखिए, आज होम मंत्रालय पे चर्चा नहीं हो रही. आज जिस विधेयक पर चर्चा बैठे हैं. The Home Minister, sir, the Home Minister. नो, आज होम मिनिस्टर पर चर्चा नहीं है. जिस विधेयक पर चर्चा है, विधेयक पे मंत्री बैठे हैं. यही व्यवस्था रहती है सदन के अंदर. Sir, the Home Minister. Sir, the Home Minister authorized the shooting of our students, sir. He put pellets into the blood of our students. He ordered the students of India to be shot. വലിയ പ്രതിഷേധമാണ് ആഭ്യന്തരമന്ത്രിയെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ സഭയ്ക്കുള്ളിൽ ഉണ്ടാക്കിയത്. ഉത്തരവിന്റെ പകർപ്പ് എവിടെയെന്നും നുണ പറയുന്ന രാഹുൽ മാപ്പ് പറയണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. കിരൺ റിജിജു പലതവണ രാഹുലിന്റെ സംസാരത്തിനിടയിൽ സഭയിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു, തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവസാനം മാപ്പ് പറയണം എന്ന ഒരു ആവശ്യമാണ് കിരൺ റിജിജു സഭയിൽ ഉന്നയിച്ചത്. സഭയുടെ അന്തസ്സിന് ചേരുന്ന തരത്തിലുള്ള സംസാരം വേണമെന്ന കാര്യം പലതവണ സ്പീക്കറും രാഹുൽ ഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. एक गंभीर स्थिति में आए हैं. हम तो शुरू से कहा और हमारा रक्षा मंत्री ने भी अपील किया, यहाँ शांति सुनना चाहते हैं. लेकिन आप ये बताइए कि आप जो गृह मंत्री जी के नाम को लेकर के आपने जो शब्द इस्तेमाल किया, जो आपने वक्तव्य दिया, इस बेसिस पे आपने कहा है, आप प्रूफ दिखाओ. आपको माफी मांगना होगा सर. ये इसको हम हल्के में नहीं ले सकते हैं. नहीं तो कल को कोई भी मेंबर उठ के कुछ भी बोलेगा. आज मैं कहूँगा कि राहुल गांधी जी ने किसी को मर्डर किया है, बोल सकते हैं क्या? नहीं, ये सर ये ठीक बात नहीं है. आप कैसा आपको ये पता चला और किस बेसिस पे बोल रहे हैं? आप पहले उसका ब्यौरा देना चाहिए, आप माफी मांगना चाहिए. ऐसा नहीं चलेगा, ऐसा नहीं चल सकता है. बहुत गंभीर मामला, इसको हम हल्के में नहीं ले सकते. तो क्या हम ऐसा कह दें कि राहुल गांधी जी ने किसी का मर्डर किया, हम बोल सकते हैं क्या बिना मतलब का? कैसे बोल सकते हैं? ऐसा नहीं होता है सर. यहाँ जिम्मेदारी का साथ बोलना होता है और तर्क देना होता है. आपने स्टेटमेंट दे दिया है, लेकिन आप बताना पड़ेगा कि किस बेसिस पे आपने स्टेटमेंट दिया. और आप माफी मांगेगा तो हम सोचा जाएगा. ऐसा सदन नहीं चल सकता है. यह गंभीर मामला है. ये ऐसा बिल्कुल आप राहुल गांधी से माफी मांगे या तो बताए क्यों बोला है, कैसे बोला है. आप कैसे बोल सकते हैं? माफी मांगिए, ऐसा नहीं चल सकता है. അങ്ങനെ വലിയ ബഹളത്തെ തുടർന്ന് രാഹുലിന് പ്രസംഗിക്കാനുള്ള അവസരം നിഷേധിച്ച സ്പീക്കർ ഭരണപക്ഷത്തെ പിന്നീട് മറുപടിക്ക് ക്ഷണിക്കുകയായിരുന്നു. ഭരണ പ്രതിപക്ഷ ബഹളത്തിനിടയിൽ ശബ്ദ വോട്ടോടെയാണ് പരീക്ഷാ ഭേദഗതി ബിൽ പാസാക്കിയത്. जो सदस्य इसके पक्ष में आ गए, जो सदस्य विरोध में ना गए, मेरे विचार में निर्णय हाँ वालों के पक्ष में प्रस्ताव स्वीकृत हुआ और विधेयक पारित हुआ.